വെൽക്കം ടു ടേസ്റ്റ് ഓഫ് തേക്കടി. ഞാനൊരു തേക്കടിക്കാരി. ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്താണെന്നറിയോ? നമുക്കിന്ന് ചപ്പാത്തിയും അതിനൊരു അടിപൊളി കറിയും കൂടെ ഉണ്ടാക്കിയാലോ? ഇത് ആശീർവാദിൻ്റെ ആട്ടയാണ്. ഞാനതാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. നിങ്ങളൊക്കെ ഏതാണ് ഉപയോഗിക്കുന്നത് ഒന്ന് പറയണേ. അപ്പോൾ അതിലേക്കൊരു 3-4 സ്പൂൺ റവ ഞാനിട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ചൂടുവെള്ളത്തിലാണ് കുഴയ്ക്കുന്നത്. അതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ചൂടുവെള്ളത്തിലായതുകൊണ്ടേ കൈ കൊണ്ടുള്ള കുഴ പെട്ടെന്ന് നടക്കില്ല. അപ്പം ഞാൻ ഫോർക്ക് കൊണ്ടാണ് ഉപയോഗിക്കുന്നത്. ഫോർക്ക് ഉപയോഗിച്ചിട്ടാണ് കുഴയ്ക്കുന്നത്. അതിലേക്ക് ഞാൻ 1 സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തു. പൂരിക്ക് അതാണ് നല്ലത്. ഇനി നല്ലപോലെ കുഴച്ച് നല്ല സോഫ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഒന്ന് നല്ലപോലെ സെറ്റാക്കി നല്ല സോഫ്റ്റാക്കി ഉരുട്ടി ഒരു അരമണിക്കൂർ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത്, ഇല്ലെങ്കിൽ ഒരു 20 മിനിറ്റെങ്കിലും ഒന്ന് അടച്ചു വെക്കാം. ബാജിക്കറി വെക്കുന്നത് നമ്മൾ ചീനിക്കിഴങ്ങാണ്, അല്ലെങ്കിൽ മധുരക്കിഴങ്ങ്, ബത്താസ്, അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന ആ ചീനിക്കിഴങ്ങ് കൊണ്ടാണ് നമ്മളിന്ന് ബാജിക്കറി ഉണ്ടാക്കുന്നത്. ചീനിക്കിഴങ്ങ്, ക്യാരറ്റ്, ഒരു 3-4 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, 3-4-5 വെളുത്തുള്ളി, 1 സവോള, പിന്നെ കറിവേപ്പില. ഇത്രയും സാധനമാണ് നമ്മളുടെ ബാജിക്കറിക്ക് വേണ്ടത്. അപ്പോൾ എല്ലാം കൂടെ കഴുകി വൃത്തിയാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് കുക്കറിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ എല്ലാം കൂടി കുക്കറിലിട്ടിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് വെള്ളം ഒഴിച്ച്, പിന്നെ കുറച്ച് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി. ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ട് ഞാൻ 1 സ്പൂണേ ഇടുന്നുള്ളൂ. ഇനി ഒരു 2 വിസിലടിച്ചാൽ മതി. അപ്പോഴേക്കും നമ്മളുടെ ബാജിക്കറി വെന്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് കടുക് താളിച്ചെടുക്കാം അല്ലേ? അപ്പോൾ അതിനായിട്ട് ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട്, കടുക് നന്നായി പൊട്ടിക്കഴിയുമ്പോൾ 1 സ്പൂൺ നമുക്ക് ഉഴുന്ന് പരിപ്പും ഇടാം. ബാജിക്ക് ഉഴുന്ന് പരിപ്പിട്ട് പൊട്ടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എനിക്കങ്ങനെ തോന്നി, നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ? ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ 2 ഉണക്കമുളകും ഇട്ടിട്ടുണ്ടായിരുന്നേ. അതിന് ശേഷം ആ വേവിച്ച് വെച്ച കറി ഇട്ട് കഷ്ണങ്ങളെല്ലാം കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ഉടച്ചെടുക്കാം. മാഷ് എടുക്കാൻ മടിച്ചിട്ട് ഞാൻ തവി കൊണ്ട് തന്നെയാണ് ഉടയ്ക്കുന്നത് കേട്ടോ. എത്ര പാത്രം കഴുകണം നമ്മൾ ഒരു കറി വെക്കണമെങ്കിൽ അല്ലേ? അത് മടിച്ചിട്ട് ഇപ്പോൾ മടിയാണ്. മടിച്ചിട്ട് തവി കൊണ്ട് തന്നെ നല്ലതായിട്ടൊന്ന് നമുക്ക് ഉടച്ചു കൊടുക്കാം. എന്നിട്ടൊരു കുറുകി വരണ്ടേ നമ്മളുടെ ബാജിക്കറി. അപ്പോൾ അത് നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഒരു 3-4 സ്പൂൺ പാല് ഒഴിച്ചു കൊടുത്തു. ഇനി തേങ്ങാപ്പാൽ ഇല്ലെങ്കിൽ പശുവും പാലായാലും ഒരു കുഴപ്പമില്ല കേട്ടോ. ഞാനിത് പശുവും പാലാണ് ഒഴിച്ചു കൊടുത്തത്. അതും കൂടെ ഒഴിച്ച് അത് നന്നായി തിളയ്ക്കുമ്പോൾ വാങ്ങി വെച്ചാൽ മതി. നമ്മുടെ ബാജിക്കറി ഇതേ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള, ഇളം മധുരമുള്ള, നല്ല എരിവുള്ള, ഒരു പ്രത്യേക ടേസ്റ്റുള്ള നമ്മളുടെ ചീനിക്കിഴങ്ങ്, അല്ലെങ്കിൽ മധുരക്കിഴങ്ങ്, ചക്കരക്കിഴങ്ങ്, ബത്താസ്, അങ്ങനെ ഒരുപാട് പേരുകളിൽ അറിയപ്പെടുന്ന ബാജിക്കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പേര് പറയുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്കത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അത് മാറ്റിയിട്ട് അവിടെ അടച്ചു വെക്കാം. അതിന് ശേഷം നമുക്ക് പൂരിയുടെ പരിപാടി നോക്കാം അല്ലേ? അപ്പം നമ്മളുടെ മാവെടുത്ത് ഒന്ന് നല്ലപോലെ പൂരിക്ക് പരത്തിയെടുക്കാം. പെട്ടെന്ന് പരത്തിയെടുക്കാൻ പറ്റും, കാരണം നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് ഈസി ആയിട്ട് പരത്തിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഒരു ചോറ്റും പാത്രത്തിൻ്റെ അടപ്പ് കൊണ്ടാണ് ഞങ്ങൾ ഈ പൂരിയുടെ അതൊന്നും മുറിച്ച് റൗണ്ട് ചെയ്തെടുത്തത്. അത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു നല്ല മൂർച്ചയുള്ള ടൈപ്പ് പാത്രമാണെങ്കിൽ ഏറ്റവും നല്ലതാണ് എൻ്റെ അനുഭവം. അപ്പോൾ പൂരി ചുട്ട് റെഡിയാക്കിയിട്ടുണ്ട് കണ്ടോ. നല്ല കോമളയായിട്ട് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റാണ്. ഇനി ഇതിൻ്റെ കൂടെ നമ്മളുടെ ബാജിക്കറിയും കൂടെ കൂട്ടി അങ്ങ് കഴിച്ചാലുണ്ടല്ലോ, ആഹാ, സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ ഇത് വെറുതെ പറയുന്നതല്ല, നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്ക്. കാരണം എല്ലായിടത്തും സുലഭമായിട്ട് കിട്ടുന്നൊരു സാധനമാണ് നമ്മളുടെ ഈ ചീനിക്കിഴങ്ങ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഞാൻ പറഞ്ഞ ഈ മധുരം ഉള്ളതുകൊണ്ട് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ക്യാരറ്റിൻ്റെ ആ ചെറുമധുരവും ഈ ചീനിക്കിഴങ്ങിൻ്റെ മധുരവും എല്ലാം കൂടെ വരുമ്പോൾ പൂരിക്ക് നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഞങ്ങളുടെ ഈ വീഡിയോ
കണ്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്